സ്ത്രീയെ കണ്ടപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞു, കിളവിയ വയസ്സത്തിയ. റസൂലുള്ള പറഞ്ഞു, വയസ്സന്മാരൊന്നും സ്വർഗത്ത് കിടക്കൂല. കരച്ചിലേ കരച്ചിൽ, കരയുക തന്നെ. ആ പെണ്ണ് കിളവിയായ ഉമ്മ കരയുകയാണ്. കണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കരയണ്ട ഉമ്മ, കിളവി പോലും സ്വർഗത്തിലെത്തിയാൽ യുവതിയാവും. നല്ല ചെറുപ്പക്കാരിയായിരിക്കും കിളവി പോലും. അത് പറയുന്നുണ്ട്. ഞാൻ ആ ഹദീസിലേക്ക് എത്തും, നമ്മൾ നോക്കുക, അവിടെ ഞാനത് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. വേഗം പോവാം. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിന് ബൗണ്ടറി ഉണ്ടത്രേ. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ ബൗണ്ടറിയും സ്വർണവും വെള്ളി കൊണ്ടും നിർമ്മിതമായതാണ്. മാത്രമല്ല സബു ഹവായിദ്, 7 ബൗണ്ടറികൾ ഉണ്ടത്രേ സ്വർഗത്തിന്. കുല്ലുഹാ ബിൽ ജിനാനി കുല്ലിഹാ, ഒന്ന് മിൻ ഫില്ല, വെള്ളിയാൽ, മറ്റൊന്ന് സ്വർണത്താൽ, മറ്റൊന്ന് ഗോമേതകം, മറ്റൊന്ന് മുത്തിനാൽ, വേറെ ഓരോ വിധത്തിലുള്ള മുത്തിനാൽ. അവസാനത്തെ ഭിത്തി മിന്നൂരിൻ മിന്നത്തിളങ്ങുന്ന പ്രകാശത്താലാണ് 7ാമത്തെ ഭിത്തി എന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി ആലിമീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, സ്വർഗത്തിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ തന്നെ സ്വർഗത്തിലെ സേവകരായ കുഞ്ഞുമക്കൾ ഓടിച്ചെല്ലും. സ്വർഗത്തിലേക്ക് ആളിങ്ങനെ കടക്കണ്ടാവുള്ളൂ. അപ്പൊ ഈ സ്വർഗത്തിലെ സേവകരായ കുഞ്ഞുമക്കൾ ഓടിച്ചെല്ലും. എങ്ങോട്ടെന്നറിയോ? അവർ സ്വർഗത്തിലെ കൊട്ടാരങ്ങളിലേക്ക് ചെല്ലും, സ്വർഗത്തിലെ ടെന്റുകളിലേക്ക് ചെല്ലും. എന്നിട്ട് ഈ കടന്നു വരുന്ന ആളുടെ പേര് ഈ മക്കൾക്കറിയാം. അവരുടെ സ്വർഗത്തിലെ ഇണമാരായ ഹൂർലീങ്ങളെയും ഇവർക്കറിയാം, സേവകന്മാർ. അവർ ചെന്നിട്ട് ആ സ്വർഗത്തിലെ ഹൂർലീങ്ങളായ ഇണകളോട് പറയും, ഇതാ നിങ്ങളെ പുതിയാപ്പിള വരുന്നുണ്ട്, ഭൂമിയിലെ പുതിയാപ്പിള വരുന്നു, ഇപ്പൊ ഈ ഡോറും കണ്ട് കടക്കട്ടോന്ന്. ചില നമ്മള് ഭൂമിയിലും അങ്ങനെ തന്നെ അല്ലേ നോക്കടി, അതെ പുതിയാപ്പിള വന്നിട്ടുണ്ടെന്ന് അറിയില്ലേ? പണ്ടൊക്കെ വീടിനൊരു കിളിവാതിലുണ്ടായിരുന്നു. കിളിവാതിൽ എന്നതിനെ പറയാം അല്ലേ? ജാലകം, ഒരു കിളി അടുക്കളയിൽ നിന്ന് അല്ലേ? എന്നിട്ട് ആരൊക്കെ കൊലായിൽ വന്നതെന്ന് ഇപ്പോഴും ഇങ്ങനെ മെല്ലെ പാളിയോ, അതിനുള്ളിലൂടെ പാളിയോ. പണ്ട് പുതിയാപ്പിള വന്നാൽ മെല്ലൊന്ന് നോക്കും. ഇന്ന് പിന്നെ പുതിയാപ്പിള നമുക്ക് നേരാണ്ട് ഇറങ്ങി ചെല്ലല, ഈ ലജ്ജയില്ലാത്ത കാരണമുണ്ട്. പണ്ടൊക്കെ മെല്ലെ ഒന്നിങ്ങനെ. ആദ്യ കാലത്തൊക്കെ എന്നോടൊരാൾ പറഞ്ഞത്, എൻ്റെ നാണം മാറാൻ 40 ദിവസം എടുത്തിട്ടുണ്ടെന്ന്. 40 ദിവസം അയാൾ പോകാൻ കൂട്ടാക്കൂലല്ലേ ഭാര്യ വീട്ടിക്ക്. എന്നിട്ട് ഇയാളെ പിടിച്ചു കൊണ്ടുപോയാൽ 5-6 ആൾക്കാർ. എന്താ നാണം കൊണ്ടേ. അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നത് പോയിട്ട് ഒരു ഭർത്താവിന്റെ പിന്നിൽ പെണ്ണ് നടക്കൂലല്ലോ. ഭർത്താവ് അവിടെ എത്തിയാലേ ഓള് പെടുന്ന് മെല്ലെ പോവുള്ളൂ. എന്നിട്ടോ ഓൻ്റെ ഓളാ ഞാൻ തോന്നാതിരിക്കുമ്പോൾ എന്തൊക്കെ കളിയാ കളിക്കാം. എന്താ ഇത്ര വലിയ ലജ്ജയായിരുന്നു. ഇന്ന് തോളിൽ കൈയിട്ട് ബാക്കി ഞാൻ പറയില്ല എങ്ങട്ടാ കയ്യെന്ന്. ആ കോലത്തിലാ ബൈക്കുമ്പിൽ പോണത്. എന്താ പോലെ ചോദിക്കണേ, എന്താ ഇപ്പൊ അറന്റെ ഉള്ളിൽ നടക്കണന്നല്ലേ, എല്ലാവരും നടക്കണന്നല്ലേ, എന്താ ഇപ്പൊ പുറത്തുണ്ടെന്ന്. തമ്മാടിത്തരം എന്നാ അതിന്റെ പേര്. ലജ്ജ നല്ലതാണ്, അത് ഈമാനിന്റെ ഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടല്ലോ ഒരു ചങ്ങായി പോണേ, ഓൻ ബാക്കിൽ ഇങ്ങനെ ഇരിക്കാം, ഓളെ വണ്ടി ഇങ്ങനെ ഓടണേ, ഓനിങ്ങനെ ഓളെ പള്ളമ്പടി കൈയിട്ട് ഇങ്ങനെ പിടിച്ചു വികാൻ പോവാണോ? നിങ്ങൾ ചിന്തിച്ചില്ല. ആ കാലത്തിന്റെ ഒരു മാറ്റം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ കുഞ്ഞുമക്കൾ, ഈ സ്വർഗത്തിലെ സേവകരായ കുഞ്ഞുമക്കൾ ഓടിച്ചെന്നുകൊണ്ട് അവരോട് പറയും അത്രേ, ദാ ഭൂമിയിലെ നിങ്ങളുടെ പുതിയാപ്പിള വരുന്നിതാ. ആ സമയത്തതാ ഹൈമകളിൽ നിന്ന്, സ്വർഗത്തിലെ ടെന്റുകളിൽ നിന്ന് ഹൂർലീങ്ങൾ ഓടി വരുമത്രേ. സ്വർഗ കവാടത്തിൽ അവർ കാത്തിരിക്കുമത്രേ. എന്നിട്ടതാ ഈ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടന്നു വരുന്ന ആളുകളുടെ പുരുഷന്മാരുടെ കൈ പിടിച്ചുകൊണ്ടതാ അവരെയും കൂട്ടി നേരെ ചെല്ലുന്നത് അങ്ങോട്ടാ, സ്വർഗത്തിലെ തങ്ങളുടെ കൊട്ടാരങ്ങളിലേക്കാണ്. ആരാ പറയുന്നത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. കൊട്ടാരത്തിലേക്ക് അങ്ങ് ചെന്നാൽ അവരതാ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുകയായി. കൊട്ടാരത്തിലേക്ക് അങ്ങ് കയറി ചെന്നപാടെ അവരതാ അവിടെ കാണുന്ന കട്ടിലിൽ ഇരിക്കുകയായി. എന്നിട്ട് അവർ ശ്രദ്ധിക്കുകയാണ്, സ്വർഗം എല്ലാവരും ഒന്ന് കണ്ണോടിച്ചു നോക്കുത്രേ. സ്വർഗത്തിലേക്ക് കയറുന്ന ആളുകൾ സ്വർഗത്തിലൊന്ന് കണ്ണോടിക്കുകയാണ്. അത്ഭുതപ്പെട്ടു പോകുമത്രേ. ആ സമയത്ത് അവർ പറയുമത്രേ, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ
വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിച്ച റബ്ബേ നിനക്കാണ് സ്തുതി. സ്വർഗത്തേക്ക് കടക്കുമ്പോഴും പറയും, കടന്നു കഴിഞ്ഞാൽ പറയും ഈ അനുഗ്രഹങ്ങൾ അങ്ങ് കാണുമ്പോൾ. ഞാൻ വേഗം പറയാം എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ. ഒരു ചെറിയ ഷോട്ട് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, എന്തൊക്കെയാ സ്വർഗത്തിൽ അവർ കാണുന്നത്? ധാരാളം അരുവികൾ കാണുന്നുണ്ട്, ധാരാളം പുഴകൾ കാണുകയാണ്. അതിൽ ഒരു പുഴയുടെ പേര് നഹറുർ റഹ്മ എന്ന് പറയുന്ന പുഴയാണ്. എല്ലാ സ്വർഗത്തിലൂടെയും ആ പുഴ ഒഴുകി പോകുന്നുണ്ട്. അഷദ്ദു ബയാദം മിനൽ സൽജി, മഞ്ഞിനേക്കാളും വെളുപ്പ് നിറമാണത്രേ അതിലെ വെള്ളത്തിന്. അഹ്ലാ മിനൽ അസൽ, മാത്രമല്ല തേനിനേക്കാളും മധുരമുണ്ടത്രേ ആ വെള്ളത്തിന്, സ്വർഗത്തിലെ ആ പാനീയത്തിനെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതാണ് നെഹറുർ റഹ്മ. രണ്ടാമത് വേറെ ഒരു പുഴയുണ്ട് സ്വർഗത്തിൽ. എന്താണ് ആ പുഴയുടെ പേര്? അതാണ് നെഹറുൽ കൗസർ. കൗസർ എന്ന് പറയുന്ന പുഴയാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്നാ അഅതൈനാകൽ കൗസർ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനുമായി അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന കൗസർ എന്ന് പറയുന്ന പുഴയാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ. വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ്. ആ പുഴയുടെ പ്രത്യേകത ഞാൻ കുറച്ചൊന്ന് പറഞ്ഞുതരാം. നമ്മളെ പുഴയുടെ കഥ എന്താണെന്ന് വെച്ചാൽ എല്ലാ വേസ്റ്റൊക്കെ കൂടി കൊണ്ടുപോയിട്ടിട്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ. പത്രത്തിൽ ഇന്നലെയും കണ്ടില്ല നിങ്ങൾ, ചില പുഴകൾക്ക് പുഴകളുടെ മരണമഴി മുഴങ്ങുന്നു നിങ്ങൾ കണ്ടില്ലേ പത്രത്തിൽ? നല്ല സ്വർഗത്തിലെ പുഴകൾ കേട്ടോളൂ. കൗസർ എന്ന് പറയുന്ന പുഴ അസ്ജാറുഹു അദ്ദുറു വൽ വാഖീത്, അതിലെ ആ പുഴയിലെ മരങ്ങളും വൃക്ഷങ്ങളുമൊക്കെ അദ്ദുറു വൽ വാഖീത്, യാഖൂത്തുകൾ, അത് മുത്തുകളും അതേപോലെ പവിഴങ്ങളുമാണ്. പിന്നെയോ പിൻമാണിക്യവുമാണ്. പിന്നെയോ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വഹാബികളോട് ചോദിച്ചു, ഹൽ തദ്റൂന മൽ കൗസർ, കൗസർ എന്ന വെള്ളം എന്താ പാനീയം, പുഴ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ പാനീയം? ഖാലു വല്ലാഹു വറസൂലുഹു അലം, ഹബീബായ നബിയെ ഞങ്ങൾക്കറിയില്ല. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഹുവ നഹറുൻ അതാനിഹി റബ്ബി അസ്സ വജല്ല, അല്ലാഹു എനിക്ക് നൽകിയ ഒരു പുഴയാണത്. ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ. അലൈഹി ഖൈറുൻ കസീർ, അതിൽ ധാരാളം ഖൈറുണ്ട്. തരിദു അലൈഹി ഉമ്മതി യൗമൽ ഖിയാമ, എൻ്റെ ഉമ്മത്ത് വെള്ളം കുടിക്കാനായി ഖിയാമത്ത് നാളിൽ അവിടെ വരും എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആനിയതുഹു അദദുൽ കവാകിബ്, ആ പുഴയിൽ നിന്ന് വെള്ളം കുടിപ്പിക്കാനുള്ള പാത്രങ്ങളുടെ എണ്ണം നക്ഷത്രങ്ങളുടെ എണ്ണത്തിന് സമാനമാണത്രേ. ഹാഫതാഹു, ഈ പുഴയുടെ രണ്ട് ഓരങ്ങളും ഖിയാമുൽ ലുഅ്ലുഇ, മുത്തിനാലുള്ള ടെന്റുകളാണ്. ഖസ്റും മിൻ ലുഅ്ലുഇൻ വസബർജദിൻ, മുത്തിനാലും കോമേഘത്താലുമുള്ള കൊട്ടാരങ്ങളാണ്. തുറാബുഹു മിസ്കുൻ, അതിലെ മണ്ണ് മിസ്കാണ്, കസ്തൂരിയാൻ. മാഉൻ അബിയദു മിനൽ ലബൻ, മാഉഹു അബിയദു മിനൽ ലബൻ, അതിലെ വെള്ളത്തിന് പാലിനേക്കാൾ വലിയ വെളുപ്പാൻ. അതേപോലെ മഹാനായ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോഴാ പറഞ്ഞത്, ഹബീബായ നബിയേ, ഇന്നഹാ, ഈ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പുഴ നബിയേ, അത് വല്ലാത്ത സൗഭാഗ്യം തന്നെയാണല്ലോ യാ റസൂലല്ലാഹ് എന്ന് മഹാനായ സുദ്ദീഖ് ഹബീബായ റസൂലുള്ളാഹിന്റെ വിശദീകരണം കേട്ടപ്പോൾ പറയുകയാണ്, ഖാലത്ത് ആയിഷ, മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മൻ അഹബ്ബ അൻ യസ്മാ ഖലീസൽ കൗസർ, ഹൗദുൽ കൗസർ ഒഴുകി പോകുന്ന ശബ്ദം ഒരാൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഫല്യജഅൽ ഇസ്ബഅൈഹി ഫീ ഉദ്നൈ, അയാളുടെ രണ്ട് വിരലുകളും അയാളുടെ ചെവിക്കുണ്ടിൽ വെച്ചോട്ടെ എന്ന് വെച്ചോക്കിയാണ്. നിങ്ങൾക്ക് രണ്ട് വിരലുണ്ടോ? ഒന്ന് ചെവിക്കുണ്ടിൽ വെച്ചാണ്, മെല്ലെ വെച്ചാൽ പോരാ, കുറച്ചൊന്ന്, നല്ല അമർത്തും ചെയ്യരുത്, മീഡിയം നിൽക്കുന്ന നോക്കി. സ്റ്റോപ്പ്. നിങ്ങളെന്താ കേൾക്കണ്ടോ? ഒന്നും കേട്ടില്ല, ഞങ്ങൾ വെച്ചാൽ ശരിയായിട്ടില്ല. അതന്നെ അതന്നെ. ഒന്നുകൂടി നിങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വെള്ളം അങ്ങനെ ചാടുന്ന ശബ്ദം ദൂരത്ത് നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമല്ലേ നോക്കിയാണ്. എന്താ അല്ലേ?
കുറച്ച് ദൂരത്തുനിന്ന് വെള്ളം ചാടുന്ന ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട്. മഹദി ആയിഷ ഉറക്കെ പറയൂ, മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹൗദുൽ കൗസർ ഒഴുകുന്ന ശബ്ദമാണ്. അത് കേൾക്കാൻ അല്ലാഹു നൽകിയ സൗഭാഗ്യമാണത്. മൂന്നാമത്തെ പുഴയാണ് നെഹ്റുൽ കാഫൂർ, കർപ്പൂരകത്തിന്റെ പുഴയാണ് നെഹ്റുൽ കാഫൂർ. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. അത് പ്രത്യേകമായ പുഴയാണത്. വേഗം പറഞ്ഞു പോകാം, വിശദീകരിക്കാൻ സമയമില്ലല്ലോ. മറ്റൊരു പുഴയാണ് സൽസബീൽ. സൽസബീൽ എന്ന് പറയുന്ന പുഴയാണ്. അതിന്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ് എന്നാണ്. മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ വദാനിയതൻ അലൈഹിം ളിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദലീല വയതാഫു അലൈഹിം ബിആനിയതിൻ മിൻ ഫില്ല വഅക്വാബിൻ കാനത് ഖവാരീറ മിൻ ഫില്ലത്തിൻ ഖദ്ദറുഹാ തഖദീറ വയസ്ഖൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സൻജബീല ഐനൻ ഫീഹാ തുസമ്മാ സൽസബീല. ഇഞ്ചിച്ചുവയുള്ള പാനീയമാണത്. ഇഞ്ചി വെള്ളം. നിങ്ങൾക്ക് തോന്നും ഇഞ്ചി വെള്ളം കിട്ടിയിട്ട് ഇപ്പം എന്താ കാര്യം? ഈ പാനീയം അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ ക്ഷീണവും അങ്ങ് തീർന്നു പോകുന്നതാണ്. ഇഞ്ചി വലിയ ഔഷധ ഗുണമുള്ള ഒന്നാണല്ലോ. ഇഞ്ചി ഉണങ്ങുന്നതാണല്ലോ ചുക്കായി നമ്മൾ പറയാറുള്ളത്. സഞ്ചബീൽ, 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 ഇഞ്ചിയുടെ ടേസ്റ്റുള്ള പാനീയമാണ് ആ പുഴയിൽ നിന്ന് അള്ളാഹു നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. അന്ന് കേട്ടോളൂ, വിശദീകരിക്കുന്നില്ല ഞാൻ. അഞ്ചാമത്തെ പുഴ നഹ്റു തസ്നീം വമിസാജുഹു മിൻ തസ്നീം ഐനൻ യശ്റബു ബിഹാൽ മുഖറബൂൻ. ആറാമത്തത് റഹീഖും മഖ്തൂം. റഹീഖും മഖ്തൂം എന്ന ശുദ്ധമായ കള്ള, സീൽ ചെയ്ത കള്ളാണ്. ആരെ സീൽ ചെയ്തതാ? മനുഷ്യൻ സീൽ ചെയ്താണ്. അവൻ പിന്നെയും പൊട്ടിച്ചിട്ട് ചിലപ്പോൾ അതിൽ മായൊക്കെ ചേർത്തിട്ട് പിന്നെയും സീൽ ചെയ്യും. പടച്ചറബ് സീൽ ചെയ്ത കള്ളാണ്. കള്ളുടിക്കാൻ പൂതിയുണ്ടാവും ഇല്ലേ? സ്വർഗത്തിലത്തെ കുടിക്കാൻ പൂതിയില്ലേ? സ്വർഗത്തിലത്തെ കുടിക്കാം, ഭൂമിയിലെത്തേത് കുടിക്കരുത്. പ്രിയപ്പെട്ട സഹോദര, ചെറുപ്പക്കാരെ, ഭൂമിയിലെ കല്ല് നീ വായിൽ വെച്ചിട്ടുണ്ടോ? നിന്റെ വയറിലേക്ക് ഒരംശം ഇറങ്ങിയിട്ടുണ്ടോ? നാളെ ഉഖറബിയായ ലോകത്തെ കള്ളല്ലാഹു നിനക്ക് നൽകില്ല. ഭൂമിയിൽ കള്ളുടിക്കാൻ പറ്റില്ല. കള്ള് കുടിക്കുന്ന സ്ഥലം സ്വർഗത്തിൽ വേറെ പണിയൊന്നുമില്ല. ഭൂമിയിൽ കള്ളുടിച്ചാൽ എന്താ സ്ഥിതി? അത് പിന്നെ ഉമ്മയാണോ ഭാര്യയാണോ മോളാണോ തിരിയില്ല. ഒരു കാര്യം അതന്നെ. നിങ്ങൾ കേട്ടില്ലേ, ഈ എറണാകുളത്ത് ഒരു ഉദ്യോഗസ്ഥൻ, അയാൾ എല്ലാം കുടിച്ചിട്ട് വന്നാ ബസ് കയറാൻ വേണ്ടി നിൽക്കുക. ആ മൂപ്പരിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ മുമ്പിൽ തന്നെ ഒരു പെണ്ണും ആ കോലത്തിലായിരിക്കും. ഇയാളൊരൊറ്റപ്പിടുത്തം ഈ പെണ്ണിനെ എന്തേ പൊടിച്ച് ചോദ്യം ചെയ്ത് നോക്കുമ്പോൾ ഇയാള് ഹാഫ് മദ്യത്തിന്റെ ലഹരിയിലാണ്. ഭൂമിയിൽ അത് പറ്റില്ല. സ്വർഗം സുഖിക്കാനുള്ള സ്ഥലമാണ്. ഭൂമിയിൽ അത് കുടിക്കാൻ പാടില്ല. കുടിച്ചാൽ അല്ലാഹു സ്വർഗത്തിലെ കള്ള് നിനക്ക് നിഷേധിക്കുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. സ്വർഗത്തിൽ ഭൂമിയിലെ കള്ള് അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ഖിതാമുഹു മിസ്ക് റഹീഖും മഖ്തൂം ഇന്നൽ അബ്റാറ ലഫീ നഈം. നിങ്ങൾ നോക്കിയാണ്, ഞാനിപ്പോൾ ഈ ഓതിയത് മുഴുവൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ ആയത്താണ്, തീർന്നിട്ടില്ല. ഒരു കാൽഭാഗം പോലും ഞാൻ ഓതി, കാൽഭാഗം പോലും ഞാൻ ഓതിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, വിശുദ്ധ ഖുർആൻ ഏറെ സംസാരിച്ചത് സ്വർഗത്തെക്കുറിച്ചാണ്, നരകത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട്? മനുഷ്യനവന്റെ കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല. അതല്ലേ പടച്ചറപ്പ് പറയേണ്ടത്. നമുക്ക് തോന്നാ അള്ളന്റെ ചൊവ്വയിൽ വെള്ളമുണ്ടോ അല്ലേ പറയാഞ്ഞ്. അത് പറയേണ്ട കാര്യമില്ല. മനുഷ്യൻ ആവശ്യമുള്ളതല്ലേ റബ്ബ് പറയേണ്ടത്. അല്ലാഹു എത്ര ഗംഭീരമായ പറയുന്നത്, ഇന്നൽ അബ്റാറ ലഫീ നഈം. നല്ല മനുഷ്യന്മാർ ഏറെ 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 അനുഗ്രഹങ്ങളിലായിരിക്കും. അലൽ അറായികി യൻളുറൂൻ. കട്ടിലിൽ ഇങ്ങനെ കടന്നിട്ട് പോലും ഇങ്ങനെ നോക്കാം. تعرف في وجوههم نظرة النعيم يسقون من رحيق مختوم ختامه مسك ففي ذلك فليتنافس المتنافسون.
കേട്ടോളൂ, ചുരുക്കി പറയാം. സ്വർഗത്തിൽ ഇത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 4 നദികളാണ്. 4 നദികളുണ്ടൊന്ന് നെഹ്റും മിൻ മാഇൻ ഗൈരി ആസിൻ, ശുദ്ധമായ വെള്ളത്തിന്റെ പുഴയാണ്. നല്ലോ കേൾക്കണേ, ശുദ്ധമായ വെള്ളത്തിന്റെ പുഴയുണ്ട്. വനഹ്റും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, ശുദ്ധമായ പാലിന്റെ പുഴയുണ്ട്. വനഹ്റും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബിൻ, കള്ളിന്റെ പുഴയുണ്ട്. കള്ള് ഒളിച്ചു കുടിക്കേണ്ട കാര്യമൊന്നുമില്ല, പോക്കറ്റ് വെച്ച് കൊണ്ടുപോയിട്ട് പറയാം അത് 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 ഹണീബിയാണ്. അപ്പോൾ വാപ്പക്ക് തിരിഞ്ഞിട്ടില്ല, വാപ്പ ഇംഗ്ലീഷ് പണ്ടൊക്കെ പഠിച്ചാണ്. ഹണീബി എന്ന് പറഞ്ഞാൽ തേനീച്ചയാണ്. അപ്പോൾ വാപ്പയും വിചാരിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ എന്താ ഈ തേനീച്ച ബോട്ടിലാക്കി കൊടുക്കുന്നത്, കുടിച്ചു മറയുകയാണവൻ. കുടിക്കാൻ വല്ലാത്ത രുചിയുള്ള കള്ളിന്റെ പുഴയുണ്ടതിൽ. അൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധമായ തേനിന്റെ പുഴയുമുണ്ട്. ശുദ്ധമായ തേന ഇവിടുന്ന് എങ്ങനെ തേൻ വാങ്ങിയാലും ഉണ്ടാവുന്നില്ല, ശർക്കര കൂട്ടുകയാണ്. ഇത് ഞാൻ ആദിവാസിന്റെ കയ്യിൽ നിന്ന് നേരെ വാങ്ങിക്കൊടുന്ന. അതിന് ആദിവാസിക്കും മറിമായും നമ്മൾ പഠിപ്പിച്ചു കൊടുത്താണ്. ആദിവാസിക്കും മറിമായും തേൻ മുസഫൻ, ശുദ്ധമായ തേനിന്റെ പുഴയാൻ. മതലുൽ ജന്നതില്ലതി ഉഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്ന സ്വർഗത്തിന്റെ രീതി എങ്ങനെയാ? ഫിഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, ശുദ്ധമായ ജലമുണ്ട്, ജലത്തിന്റെ പുഴയുണ്ടതിൽ. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു, ആയത്താണ്. ഈ പറഞ്ഞതൊക്കെ ഖുർആനിലുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. ശുദ്ധമായ പാലിന്റെ പുഴയുണ്ട്. വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, രുചികരമായ കള്ളിന്റെ പുഴയുണ്ട്. വഅൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധമായ തേനിന്റെ പുഴയുണ്ട്. വലഹും ഫീഹാ മിൻ കുല്ലി തമറാത്തി, എല്ലാ ഇനത്തിലുമുള്ള പഴങ്ങളും സ്വർഗ്ഗത്തിലുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കേട്ടോളൂ, ശനിയാഴ്ച സ്വർഗ്ഗക്കാർ ഈ വെള്ളമൊക്കെ എങ്ങനെ ഓരോ ദിവസവും ഓരോ കോലത്തിലുള്ള പാനീയ സ്വർഗ്ഗക്കാർക്ക് കൊടുക്കുക. റബ്ബേ, ഡോക്ടർമാരെന്താ പറയണേ? ഭൂമിയിൽ ഓല് പറഞ്ഞേ എല്ലാ ദിവസവും ഒരേ ഭക്ഷണം കഴിക്കരുത്, മാറി 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 കഴിക്കണം. ഓരോ ആഴ്ചക്കൊരോ മെനു ഉണ്ടാക്കണം. ആരാ പറഞ്ഞേ? വൈദ്യ വിശ്വഖരന്മാർ. ഈ ഭൂമിയിൽ അല്ലാഹ് സൃഷ്ടിച്ച എല്ലാം അവന്റെ ശരീരത്തിന് ആവശ്യമുള്ളതാ, കുറേശ്ശെ കഴിക്കണം, കുറേശ്ശെ കഴിക്കണം. നോക്കൂ നിങ്ങൾ, യൗമുസ് സബത്, ശനിയാഴ്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുടിപ്പിക്കുന്നത് ഏതിൽ നിന്നാണെന്നറിയുമോ? മിമ്മാഇൻ ഗൈരി ആസിൻ. ശനിയാഴ്ച സ്വർഗ്ഗക്കാർക്ക് കൊടുക്കുന്നത് ശുദ്ധമായ ജലമാണ്. ശനിയാഴ്ച, വെള്ളി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങണത് ആഴ്ച അവസാനിക്കുന്നത് എപ്പോഴാ? വെള്ളിയാഴ്ചയാണ് അല്ലാഹു സൃഷ്ടിപ്പൊക്കെ അവസാനിച്ച്, സൃഷ്ടിപ്പ് കഴിഞ്ഞ് ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു സൃഷ്ടിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം, സൃഷ്ടിപ്പിന്റെ അവസാനമെന്നോണം ശനിയാണല്ലോ തുടക്കം. കേട്ടോളോ, ശനിയാഴ്ച അല്ലാഹു ചെയ്യുന്നത് എന്താ? അല്ലാഹു കുടിപ്പിക്കുന്നത് ശുദ്ധമായ ജലമാണ്. അപ്പൊ അതിന്നൊരു കാര്യം കിട്ടി, ഏതൊരു മനുഷ്യനും ആദ്യം കുടിക്കേണ്ടതാ? രാവിലെ എഴുന്നേറ്റാൽ ആദ്യം കുടിക്കേണ്ടേ? ആദ്യം കുടിക്കേണ്ടത് ജലമാണ്, ആദ്യം കുടിക്കേണ്ടത് വെള്ളമാണ്. നമ്മളോ നല്ല ഇരട്ടി മധുരട്ടെ, മറ്റേ ഇരട്ടി മധുരല്ല, മധുരത്തിന്റെ മേലെ മധുരട്ട 4 പാൽ ചായ. വെള്ളമാണ് ആദ്യം കുടിക്കേണ്ടത്. ജപ്പാനിലൊക്കെ വാട്ടർ പിന്നെ വെള്ളം കൊണ്ടൊരു ചികിത്സ തന്നെയുണ്ട്. രാവിലെ എഴുന്നേറ്റ് വയറ് നിറയെ വെള്ളം കുടിച്ചാൽ അത് വളരെ ചികിത്സയുടെ ഭാഗമാണത്രേ. 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. എന്തേ? രാവിലെ തന്നെയുള്ള വയറിന്റെ കേടുകളെല്ലാം മൂത്രത്തിലൂടെ ഒഴിഞ്ഞു പോകാൻ ഇടവരും. സ്വർഗത്തിൽ ശനിയാഴ്ച അല്ലാഹു കൊടുക്കുന്നത് ശുദ്ധമായ ജലമാണ്. യൗമുൽ അഹദ്, ഞായറാഴ്ചയോ, മിൻ അസലിഹാ, തേനിന്റെ പുഴയിൽ നിന്നാണ് അവർക്ക് അല്ലാഹു കുടിപ്പിക്കുന്നത്. യൗമിൽ ഇത്നൈൻ, തിങ്കളാഴ്ച ദിവസമോ, മിൻ ലബനിഹാ, സ്വർഗത്തിലെ പാലാണ് അല്ലാഹു കുടിപ്പിക്കുന്നത്. ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ ആദ്യം മധുരം കൊടുക്കണം, അതിനുശേഷമാണ് ഉമ്മയുടെ അമ്മിഞ്ഞ പാല് കൊടുക്കുന്നത്. അതുമൊക്കെ ഏകദേശം ചില സമാനതകൾ കാണാൻ കഴിയും. ചൊവ്വാഴ്ച കൊടുക്കുന്നത് മിൻ ഖംറിഹാ,
സ്വർഗത്തിലെ കള്ള് കുടിക്കാനുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. നമ്മൾ പറയില്ലേ സാധാരണ ചൊവ്വാഴ്ച ദിവസം എന്തില്ല, ചൊവ്വാഴ്ച ദിവസം ചൊകില്ല എന്ന് പറയാറുണ്ട്. എന്നാ സ്വർഗക്കാർക്ക് നല്ല ചൊകുള്ള ദിവസം ചൊവ്വാഴ്ചയാണ്. മിൻ ഖംറിഹ, സ്വർഗത്തിലെ കള്ള് കുടിക്കുന്ന ദിവസം അന്നാണ് ചൊവ്വാഴ്ച. കള്ളങ്ങ് കുടിച്ചാൽ സക്കറോ, ഭൂമിയിലെ മത്ത് പോലെയല്ല, അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള മത്ത് വരും അവർക്ക്. മത്തങ്ങ് വന്ന ഇവിടെ മത്ത് വന്ന വികല അല്ലേ? ആണോ ആണോ ആണ്. പണ്ടൊരു ചങ്ങായി കള്ളുടിച്ച് വീണില്ലേ, ഒരു ഉദ്യോഗസ്ഥനാ. എല്ലാ ദിവസവും മൂപ്പര് 200 മില്ലിറ്റാ കുടിക്കല്. 200 മില്ലൊക്കെ കുടിക്കാൻ പറ്റുമോ? ഇച്ചു 200 മില്ലിയൊക്കെ ഒരു ദിവസം കള്ളു കുടിക്കാൻ പറ്റുമോ? 200 മില്ലി നിങ്ങൾ കുടിച്ചതല്ല, ആരെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ? അറിയില്ല, ആരോടെ ചോദിക്കണം. നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ എനിക്ക് പറഞ്ഞുതരാണ്. 200 കുടിച്ച ആൾ ഔട്ടായി പോവോ? എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കണം. ഔട്ടാവില്ലല്ലോ, ഔട്ടുണ്ടാവും അല്ലേ? 200 കൂടുതലാ. ഏതായാലും ഒരു ദിവസം ഒരു ചങ്ങായി കള്ളു കുടിച്ച്, എത്രയെന്നുള്ള അളവ് നമ്മൾ പറയണ്ട. ശ്രീകണ്ഠപുരത്താണ്, പത്രത്തിൽ വന്നല്ലോ. കള്ളു കുടിച്ചിട്ട് ഇയാൾ വീട്ടിലേക്ക് പോവാ. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചങ്ങായി ബോധം കെട്ട് വീണ് റോഡിന്റെ സൈഡിൽ ബോധം കെട്ട് വീണു. അന്ന് രാത്രി ഇയാൾ വീട്ടിൽ വന്നതേ ഇല്ല. ഭാര്യ വിചാരിച്ചെന്താ, മൂപ്പര് തിരുവനന്തപുരത്ത് എവിടെ പോയതാണ്, പെട്ടെന്ന് സർക്കാർ വിളിച്ചപ്പോന്നാണ്. മൂപ്പര് തിരുവനന്തപുരത്ത് നിന്നല്ല, ഇവിടെ ഈ റോഡ് സൈഡിലാണ്. ആൾക്കാർ വണ്ടിക്കാർ കണ്ടപ്പോൾ ഇയാൾ ഇങ്ങനെ നിരങ്ങി റോഡിലേക്ക് വരണ്ടപ്പോൾ ആരോ പിടിച്ചിട്ട് റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റി. പിറ്റേ ദിവസം രാവിലെ നീച്ചു നോക്കുന്ന സമയത്ത് മൂക്കില്ല, കണ്ണില്ല, ചുണ്ടില്ല, നാവില്ല, ഒന്നുമില്ല. പിന്നെന്തൊക്കെ ഇല്ലാത്ത ഞാൻ പറയണില്ല, ഒക്കെ നായി കടിച്ചു തിന്നണം. രാവിലെ നീച്ചു നോക്കുമ്പോൾ ചുണ്ടും കണ്ണും മൂക്കൊന്നുമില്ല. പത്രം എഴുതിയതല്ലേ. ഞാനിങ്ങനെ ആലോചിച്ചു, എങ്ങനെ പറഞ്ഞ സമയത്ത് ചുണ്ടൊക്കെ ഇങ്ങനെ നായി കടിച്ചു തിന്നുമ്പോൾ ചങ്ങായിക്ക് തോന്നുന്നുണ്ടാവും ഞാനിപ്പോൾ ആദ്യരാത്രി കല്യാണം കഴിഞ്ഞ് കിടക്കുകയാണ്. എന്നാൽ ഇവിടെ കള്ളു കുടിച്ച വീഴലാണ്, സ്വർഗത്തിൽ വീഴലല്ല, സ്വർഗത്തിൽ പറക്കലാണ്, ഇവിടെ വീഴലാണ്. അല്ലേ? പണ്ടൊരു ചങ്ങായി പാടിയില്ലേ, നായി കള്ളുടിച്ച് മൂക്കറ്റം കള്ളുടിച്ച് റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുക. ആ സാധു നായിക്ക് മൂപ്പരെ കടിക്കാൻ തോന്നിയില്ല. മൂപ്പര് വന്നിട്ട് കാലിങ്ങനെ പൊന്തിച്ച് വെച്ച് മൂത്തിക്കാൻ മൂത്രയിച്ച് കൊടുത്ത് മൂപ്പരങ്ങനെ പാടാം, പെയ്യട്ടെ അങ്ങനെ പെയ്യട്ടെ, നല്ല പോലെ പെയ്യട്ടെ. വേറെ ചങ്ങായി ഒരിക്കൽ ബസ് കയറിയല്ലോ കള്ളുടിച്ചിട്ട്. ഞാൻ കാഞ്ഞിരേരി എന്ന സ്ഥലത്തെത്തി, അല്ല കാഞ്ഞിരേരിയല്ല, മറ്റേ ഇവിടെ ഈ നീർവേലിയാണ് കഴിഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് കയറി വരുന്നത്. അപ്പം കയറിയിട്ട് ബാക്കിൽ കയറി മുന്നിലാണ് പോയിട്ട് ഡ്രൈവറോട് പറയാം, എന്താടാ നായെ നമുക്ക് പട്ടിയെ എന്തൊക്കെ വിളിക്കണം. എന്നിട്ട് പറയാം, എന്താടാ മോഹൻലാലിന് ലെഫ്റ്റ് കേണൽ പദവിയല്ലേ, എൻ്റെ മമ്മൂട്ടിക്ക് ലെഫ്റ്റ് കേണൽ പദവി കൊടുക്കണം, പാട്ടില്ല. അത് പറയണ തന്നെ തീരില്ല. ഇവിടെ കള്ള് കുടിച്ചാലുള്ള സ്ഥിതി എന്ന് വെച്ചാൽ ശക്തി കുറയലാണ്. സ്വർഗത്തിലെ കള്ള് കുടിച്ചാലോ, ഇവിടെ കള്ള് കുടിച്ചാൽ മത്തായി വീഴലാണ്. താറോ, സ്വർഗത്തിലെ കള്ളങ്ങ് കുടിച്ചാൽ പറക്കാൻ തുടങ്ങും. പറഞ്ഞേ വെടി എത്തൂലല്ലോ, എന്തൊരു കഷ്ടമാണ്. താറോ അൽഫസന, 1000 കൊല്ലം നിൽക്കാതെ പറയാലോ. അവർ സ്വർഗത്തിൽ പറന്ന് അലാ ജബലിൻ അലീമിൻ മിൻ മിസ്കിൻ, മിസ്കിനാലുള്ള കസ്തൂരിയുടെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ അവർ ചെന്ന് എത്തുന്നതാണ്. അങ്ങനെ അവിടെ ഇരുന്നാലോ പിന്നെ അടുത്ത ദിവസം ബുധനാഴ്ച അസ്സൽ സബീൽ, ഇഞ്ചിന്റെ വള്ള പിന്നെ കൊടുക്കണത്. നിങ്ങൾ ഇവിടുത്തെ ഇഞ്ചിയാന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇവിടുത്തെ ഇഞ്ചി കുടിച്ചാൽ ആ ഇഞ്ചിയല്ല, സ്വർഗത്തിലെ ഇഞ്ചിന്റെ വെള്ളമാണ്, അതാണ് അവർക്ക് നൽകുന്നത്. അതങ്ങ് കുടിച്ചാൽ യതീറൂന അൽഫാം, വീണ്ടും അവർ 1000 കൊല്ലം പറക്കുകയാണ്. ഇലാ ഖസ്രിൻ മഷീദ്, വല്ലാത്ത സുഖ സൗകര്യങ്ങളുള്ള കൊട്ടാരത്തിലേക്ക്. ഖസ്റുൻ ഫീഹി സുററും മർഫൂഅ, ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത ഉണ്ട്. കൊട്ടാരത്തിൽ ധാരാളം കട്ടിലുകളുണ്ട്. ആ കട്ടിലുകളുടെ പ്രത്യേകത ഖസ്റും ഫീഹി സുററും മർഫൂഅ, ഉയർത്തപ്പെട്ട കട്ടിലുകളുണ്ട് എന്നാണ്. ഈ ഉയർത്തപ്പെട്ട കട്ടിലിന്റെ പ്രത്യേകത എന്താന്ന് നിങ്ങൾക്ക് തീരണമെങ്കിൽ പണ്ടത്തെ മനുഷ്യന്മാരോട് ചോദിച്ചാൽ മതി. പണ്ടൊക്കെ അറയിൽ പോയാൽ, നിങ്ങളൊക്കെ പെണ്ണിട്ട് കാലത്ത് കട്ടിൽ എങ്ങനെ കട്ടിലാ, താഴ്ന്ന കട്ടിലാ, പത്തായം വലുതല്ലേ, അല്ല പൊക്കമുള്ള കട്ടിലാണ്.
ഇപ്പോഴത്തെ ഞാൻ തളിപ്പറമ്പ് പോയപ്പോൾ ഒരു വീട്ടിൽ പോയി അവിടുന്ന് ചായ എടുക്കാൻ വേണ്ടി ഒരു സുഹൃത്ത് കുടിച്ചുകൊണ്ടായപ്പോൾ നോക്കുമ്പോണ്ട് ആ വാപ്പ കിടക്കണേ റൂമിൽ ഈ കട്ടിൽ, അതിൻ്റെ മേലെ ഇതൊക്കെ ഉണ്ടാവും അത്രേ. അത് കാണിച്ചാൽ പറഞ്ഞത് പണ്ടത്തെ പുതിയാപ്പള കട്ടിലാന്ന് പറഞ്ഞു. പണ്ടത്തെ പുതിയാപ്പള കട്ടിലാണ്. ഉയർന്ന കട്ടിലുകളാണ്. ഈ കട്ടിലിന്റെ പ്രത്യേകത എന്താ പറയുക? ആവശ്യത്തിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യും. കട്ടിൽ നല്ല പൊക്കമുണ്ടായാൽ ഒരു ഹരം കൂടുതലാണ്. അത് തിരിയാൻ പൊക്കമുള്ള കട്ടിലൊന്ന് കയറിയോക്കണ്ടേ? വീണാൽ വലിയ വികലും ആവും. വീണാൽ വലിയ വികലാണ്, അയാൾ കയറിയാൽ വലിയ ആനന്ദവുമാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ കട്ടിലിനൊക്കെ ഉയരം കൂടുതലായത്. അങ്ങോട്ട് പറന്ന് ചെല്ലുമ്പോൾ തന്നെ ഭക്ഷണങ്ങളും കോപ്പകളും പാനീയങ്ങളും എല്ലാം നിരത്തി വച്ചിരിക്കുകയാണ്. യജ്ലിസു അലസ്സരീർ, ഇയാളങ്ങനെ പറന്ന് വന്നിട്ട് ഈ കൊട്ടാരങ്ങളിലുള്ള കട്ടിലുകളിൽ വന്നിരിക്കും. എന്നിട്ടോ യൻസിലു അലൈഹി സഞ്ചബീൽ, അപ്പോഴാണ് ഇഞ്ചിയുടെ പാനീയം അയാളിലേക്ക് ഇറക്കപ്പെടുന്നത്. ഈ കൊട്ടാരങ്ങളിൽ വന്നിരിക്കുമ്പോൾ ഇഞ്ചിയുടെ വെള്ളം അല്ലാഹു കൊണ്ടുപോടും. ഇവിടുത്തെ ഇഞ്ചി എന്ന് മനസ്സിലാക്കരുതേ, അതിനൊരു ടേസ്റ്റ് വേറെ. മാല ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ല. അതങ്ങ് കുടിക്കും. അതങ്ങ് കുടിക്കുന്നതോടുകൂടെ ثم يمطر عليهم غيم أبيض الفآم, പിന്നെ അവരിലേക്ക് അതാ പ്രത്യേകമായ മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യിപ്പിക്കപ്പെടുകയായി. ഓരോ മഴത്തുള്ളിയിലും ഓരോ ഹൂർലിങ്ങൾ ഓരോ മഴത്തുള്ളിയോടൊപ്പം ഓരോ ഹൂർലീനും ഇറങ്ങി വരികയായി. എന്നിട്ടോ അവർ വീണ്ടും അതാ യതീറൂന അൽഫആം, 1000 കൊല്ലം തങ്ങളുടെ ഇണകളോടുകൂടെ പറക്കുകയാണ്. അപ്പൊ എന്താ സ്വർഗം? തിരിഞ്ഞിട്ടില്ല. എന്താണ് സ്വർഗം? തിരിഞ്ഞിട്ടില്ല. അതന്നെ തിരിയരുത് എന്നാ റസൂലുള്ള പറഞ്ഞേ. സ്വർഗം പറഞ്ഞാൽ തിരിയാൻ പാടില്ല. എന്തുകൊണ്ട്? ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ് അതിലുള്ളത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, അത് കഴിഞ്ഞവർ വീണ്ടും പറക്കുകയായി. പറന്നവർ മഖഅദു സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, അല്ലാഹുവിന്റെ അടുക്കലുള്ള പ്രത്യേക ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിൽ അവർ എത്തിച്ചേരും. വദാലിക യൗമുൽ ജുമുഅ, അത് വെള്ളിയാഴ്ചയാണ് എത്തിച്ചേരാന്ന്. വെള്ളിയാഴ്ച കണ്ടോ, വെള്ളിയാഴ്ചക്ക് സ്വർഗത്തിലും പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണല്ലോ പണ്ട് ലീവൊക്കെ കൊടുക്കല് വെള്ളിയാഴ്ച ഉണ്ടോ, ഇന്ന് നേരെ തല കുത്തനെ. നീ നമ്മൾ പറയാം എന്തിനാ ഇപ്പോൾ വെള്ളിയാഴ്ച ലീവ് കൊടുക്കണമെന്നാണ് ചോദിക്കും. ആ CH മുഹമ്മദ് ഖായ സാഹിബ് വെള്ളിയാഴ്ച ലീവും റമദാൻ്റെ ലീവും ഒക്കെ നമ്മൾ വാങ്ങിത്തന്നത് നമ്മളില്ലാതാക്കി. ഇനി CH മുഹമ്മദ് ഖായ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും ബേജാറാണ്ട, ഇയാൾ ലീഗിൻ്റെ ആളാണെന്ന് വിചാരിക്കും ചെയ്യേണ്ട. വിചാരിച്ചാൽ കുഴപ്പമില്ല. നമ്മളെ കൗമിന് വാങ്ങിത്തന്നത് നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി. വെള്ളിയാഴ്ചക്ക് സ്വർഗത്തിൽ പോലും പ്രത്യേകതയുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. എത്ര സ്വർഗത്തിലെ മരങ്ങളെക്കുറിച്ച് പറയാണ്ട്, സ്വർഗത്തിലെ പക്ഷികളെക്കുറിച്ച് പറയാറുണ്ട്. ഒന്നും പറയാൻ സമയം നമുക്ക് കിട്ടിയിട്ടില്ല. അത് വല്ലാത്തൊരു ലോകമാണ്. സ്വർഗത്തിൽ എല്ലാ രീതിയിലുള്ള വൃക്ഷങ്ങളുമുണ്ട്. നഖൽ, ഈത്തപ്പഴം അവിടെയുണ്ട്. ഇലന്ത മരങ്ങളുണ്ട്. ഇലന്ത മരണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ ഒരു സഹാബി ചോദിച്ചു, നബിയെ ഇലന്ത മരം മുള്ളുള്ള മരല്ലേ, സ്വർഗത്തിലപ്പം മുള്ളു കുത്തൂലേ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോൾ ഒരു സഹാബിയുടെ സംശയമാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലമ തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു, സഹോദര അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാൻ അതിൻ്റെ മുള്ളെല്ലാം നീക്കം ചെയ്തിരിക്കുകയാണ്. ഫജഅല മകാന കുല്ലി ഷൗകത്തിൻ ഥമറാ, അതുകൊണ്ട് ആ മരത്തിന് ഭൂമിയിൽ മുള്ളുള്ള സ്ഥാനത്ത് ആ മരത്തിൽ ഫലങ്ങളായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ റുമ്മാൻ പഴങ്ങളുണ്ട് അതിൽ. ഒരു എല്ലാ വിധത്തിലുമുള്ള പഴങ്ങൾ അതിലുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, എത്ര സൗഭാഗ്യങ്ങളാ പുണ്യനബി പറഞ്ഞല്ലോ. അതിലുള്ള സൗഭാഗ്യം റസൂലുള്ള പറയുകയാണ്. ഹൂറുൽ ഈങ്ങൾ അല്ലാഹു അതിൽ സംവിധാനം ചെയ്തു വച്ചിരിക്കുകയാണ്. ഹൂറുൽ ഈങ്ങൾ അല്ലാഹു സംവിധാനം ചെയ്തു വച്ചിരിക്കുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, സ്വർഗത്തിലെ കൊട്ടാരങ്ങളുടെ സ്വഭാവം നമ്മൾ പറഞ്ഞിട്ടില്ല, സ്വർഗത്തിലെ വൃക്ഷങ്ങളുടെ സ്വഭാവം നമ്മൾ പറഞ്ഞില്ല, അനുഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞില്ല. സമയം കിട്ടാത്തത് കൊണ്ടെല്ലാം ഞാൻ മാറ്റിവെക്കുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇന്നൽ മുഅ്മിനീന ഫിൽ ജന്നത്തി ലഖൈമ മിൻ ലുഅ്ലുഅത്തിൻ വാഹിദ മുജവ്വഫത്തുൻ തുലുഹാ ഫിസ് സമാഇ 60 മീല. പുണ്യ നബി പറയാ, മുഅ്മിനീങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു ടെന്റ് ഉണ്ട്, മിൻ ലുഅ്ലുഅത്തിൻ വാഹിദ, ഒരൊറ്റ മുത്തിനാലുള്ള ടെന്റായിരിക്കും അത്, ഒരൊറ്റ മുത്തിന്റെ കൊട്ടാരം. മുജവ്വഫത്തുൻ, അതിന് ഉൾഭാഗം ഇങ്ങനെ വിശാലമാണ്. തുലുഹാ ഫിസ് സമാഇ 60 മീല, അത് മേൽപോട്ട് 60 മൈൽ ഉയർന്നു നിൽക്കും. ലിൽ മുഅ്മിനി ഫിഹാ അഹ്ലൂന, ആ ടെന്റിൽ മുഅ്മിനായ ആളുകളുടെ കുടുംബക്കാരതിലുണ്ടാകും. യതൂഫു അലൈഹിമുൽ മുഅ്മിനു, മുഅ്മിൻ അവരങ്ങനെ സന്ദർശിക്കും. ഫലാ യറാ ബഅലുഹും ബഅലാ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള സംവിധാനത്തിലാണ് ആയിരക്കണക്കായ ഒരാൾക്ക് തന്നെ 1000-ലധികം ഹൂറുൽ ഈങ്ങളുണ്ടാവുന്ന ഭൂമിയിൽ. ഒരാൾക്ക് എത്ര കെട്ട? അവസാന തീസ ഇയാൾ ഈ ജാതി വയലും പറഞ്ഞാൽ പോണ് എന്ന് തോന്നരുത്. ഭൂമിയിൽ ഒരു പുരുഷൻ എത്ര കല്യാണം കഴിക്കാം? ചിലവരൊക്കെ പറയാൻ പേടിച്ചിട്ട് ആംഗ്യം കാണിക്കാം. 4 വിവാഹം കഴിക്കാം. എന്നാൽ സ്വർഗത്തിലോ, കേൾക്കൂ നിങ്ങൾ, സ്വർഗത്തിൽ ഒരു പുരുഷന് ഭാര്യയുടെ എണ്ണം പറഞ്ഞില്ല. നോമ്പ് നോറ്റവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നാണല്ലോ. അൽ ഖുർആന വസ്സിയാമു യശ്ഫഅാനി ഇൻദല്ലാഹി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും അതിൻ്റെ ആളുകൾക്ക് വേണ്ടി റബ്ബിനോട് ശഫാഅത്ത് ചെയ്യും. അള്ളാഹു നോമ്പിനോട് പറയും, മഹ്ശറിൻ എന്താ എനിക്ക് വേണ്ടി ചോദിച്ചു. ആ സമയത്ത് പറയും, അല്ലാഹുവേ, നോമ്പ് നോറ്റ ആളുകൾക്ക് തലയിൽ ധരിക്കാൻ താജ് നീ നൽകേണ്ടതാ. പടച്ചോനെ, എന്നെ മര്യാദ അനുസരിച്ച് എന്നെ അറിഞ്ഞ് നോമ്പ് നോറ്റ ആളുകൾ, അല്ലാഹുവേ, അവർക്ക് നീ തലയിൽ ധരിക്കാൻ താജ് കൊടുക്കണം റബ്ബേ. മാത്രമല്ല, കൂടാതെ ഖൈറ നൈബുറാഖും വേണ്ടതാ. സ്വർഗത്തിലേക്ക് അവരെ ആനയിച്ചു കൊണ്ടുപോകാൻ ബുറാഖ് എന്ന വാഹനത്തിൽ അവരെ കയറ്റിവിടണം റബ്ബേ. നോമ്പ് ആവശ്യപ്പെടുകയാ. മാത്രമല്ല, ഹുർലിസാനയും 1000 നീ നൽകണേ. നബിയുടെ ജിവാരിലും അവനെ നീയാക്കേണ്ടതാ. ഒരു പുരുഷന്റെ തന്നെ 1000-ലധികം ഹൂറിങ്ങളെ നൽകണമെന്ന്, 1000-ഓളം ഹൂറികളെ നൽകണമെന്ന് നോമ്പ് മാത്രം ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഇത് സ്വാതന്ത്ര്യത്തോടു കൂടെയുള്ള ജീവിതം ഇവിടെയല്ല, സ്വർഗത്തിലാണ്. ഇവിടെ അങ്ങനെ സ്വതന്ത്ര ജീവിതം നയിച്ചാൽ ഓൻ എയ്ഡ്സ് എന്ന് പറയുന്ന മാരക രോഗത്തിൻ്റെ കണിയിൽ പെട്ടുപോകും, അല്ലെങ്കിൽ പുറത്തടി കിട്ടും. ഒരു മന്ത്രി പോലും ആളുകൾക്കിടയിൽ മോശക്കാരനായത് പെണ്ണ് മുഖേനയാണ്. നിങ്ങൾ ചിന്തിക്കുക, ഇപ്പോഴും അതല്ല നടക്കണത്. ഇപ്പോഴും അത് തന്നെയല്ലേ? പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലെ വാർത്തകൾ അത് തന്നെയല്ലേ? ഞാൻ രാഷ്ട്രീയ വിരോധമോ വൈരമോ ഇല്ല പറയുന്നത്. ഇവിടെ അത് പാടില്ല. ഇവിടെ അതിന് നിർണിതമായ ചില നിയന്ത്രണങ്ങളുണ്ട്. തോന്നിയതുപോലെ ജീവിക്കേണ്ട തലം ഇതല്ല, ഇത് പരീക്ഷണാലയമാണ്. അത് സ്വർഗത്തിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഹോർലിങ്ങളെ കേട്ടാ ഇപ്പൊ തന്നെ ചിലപ്പോൾ വിചാരിക്കും, പഠിച്ചോനെ സ്വർഗത്തേക്കാണ് പോയാലോ എന്ന് തോന്നിപ്പോകും. ഹബീബായ റസൂലുള്ളാഹി, ഞാൻ സമയമില്ല, ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവരുടെ മുഖം മിൻ 4 അൽവാൻ, 4 കളറുകളിലാണ് ഹുർലിങ്ങൾ. അവരുടെ മുഖം അബിയദുൻ, ചിലടേത് നല്ല വെളുപ്പാൻ, ചിലത് നല്ല പച്ചയാൻ, ചിലത് നല്ല മഞ്ഞ കളറാൻ, ചിലത് നല്ല ചുവപ്പാൻ. ബദനുഹ സഅഫറാൻ, ഹുർലിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് അത് സഅഫറാൻ പോലെയുള്ള ഒന്നുകൊണ്ടാണ്. അതേപോലെ അവരുടെ ശരീരത്തിൽ നിന്ന് മിസ്കുൻ, കസ്തൂരിയുടെ സുഗന്ധമുണ്ടാകും. അതേപോലെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ശഅറുഹാ, ഹുർലിങ്ങളുടെ മുടിയുടെ രീതി എങ്ങനെയാണെന്നറിയുമോ? പട്ടുവസ്ത്രത്തിലേക്കൊക്കെ നോക്കുന്ന പോലെയുള്ള സൗന്ദര്യം അവരുടെ മുടിയിലേക്ക് നോക്കിയാൽ കിട്ടുക. നീ കേട്ടോളൂ, മിൻ അസാബിഇ റിജലിഹ, അവരുടെ കാലിന്റെ വിരൽ മുതൽ ഇലാ റുക്ബതിഹാ, മുട്ട്
മുട്ടുവരെ ജഅഫറാൻ വത്വീബു, വല്ലാത്ത സുഗന്ധമാണ്. അതേപോലെ ജഅഫറാനുമാണ്. മിൻ റുക്ബതിഹാ ഇലാ സദിഹാ അൽ മിസ്കു, ജഅഫറാൻ കുങ്കുമമാണ്. മിൻ റുക്ബതിഹാ, അവളുടെ മുട്ട് മുതൽ, ഇലാ സദിഹാ, അവളുടെ മുല വരെ, അൽ മിസ്കു, കസ്തൂരിയുടെ സുഗന്ധമാണ്. മിൻ സദിഹാ ഇലാ ഉനുഖിഹാ, അവയുടെ മുല മുതൽ, മുലയുടെ അതായത് സ്തനം മുതൽ, ഇലാ ഉനുഖിഹാ, അവരുടെ പിരടി വരെ, അവരുടെ പിരടി വരെ, അൽ അംബറു, അംബറിന്റെ വാസനയാണ്, പരിമളമാണ്. മിൻ ഉനുഖിഹാ ഇലാ റഅസിഹാ അൽ കാഫൂറു, കൽപൂരത്തിന്റെ വാസനയാണ്. കൽപൂരത്തിന്റെ വാസന ചിലർ പറയും പഠിച്ചോനെ പേടിയാവുമല്ലോ, മരിച്ച വീട്ടിലൊക്കെ ഈ ഇതൊക്കെ കൽപ്പൂരം പറ്റുന്ന വെള്ളമൊക്കെ ഒഴിച്ചാൽ ചിലർ പറയും മരണം പേടിയാണ്. ഇത് ഇവിടുത്തെ കൽപ്പൂരമായിരല്ല, ഇവിടുത്തെ കൽപ്പൂരം വല്ലാത്ത സുഗന്ധമാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ആലിമീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഇസ്മു സൗജിഹാ മക്തൂബുൻ അലാ സദ്രിഹാ, ഓരോ ഹൂർലിങ്ങളുടെയും ഭർത്താവിൻ്റെ പേര് അവരുടെ നെഞ്ചത്ത് എഴുതി വച്ചിട്ടുണ്ട്. നമ്മളെ പേര് ആ കൂട്ടത്തിലുണ്ടാവോ? നമ്മളെ പേര് ആ കൂട്ടത്തിലുണ്ടാവോ? റബ്ബേ, സൗഭാഗ്യം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ഉറക്കാമീൻ പറഞ്ഞോളൂ. ബേക്കറിലുള്ള ആരും ഇങ്ങോട്ട് കാണൂല, ബേക്കറിലുള്ള എല്ലാവരും കാണൂല. ഉറക്കാമീൻ പറഞ്ഞോളൂ. അല്ലാഹു സൗഭാഗ്യം ഞങ്ങൾക്ക് തരട്ടെ. ഇതൊക്കെ സൃഷ്ടിച്ച റബ്ബ് പറയാൻ. ഇന്ന് വരെ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളുടെ കണക്ക് പറയുമ്പോഴേക്ക് കഴിഞ്ഞോ ഇല്ലല്ലോ. ഇവർ പറഞ്ഞാൽ എന്താ 120 കോടി എന്നാണ് ചിലപ്പോൾ പറഞ്ഞു, ചിലപ്പോൾ പറഞ്ഞു 160 കോടി. ഇവർ എണ്ണി നോക്കിയിട്ട് പറഞ്ഞു ഒന്നല്ല, ഏകദേശം നിഗമനം വെച്ച് പറഞ്ഞാണ് 160 കോടി ജീവജാലങ്ങൾ. എന്നാൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ഓരോ ഹൂർലിങ്ങളുടെയും നെഞ്ചത്ത് ഭർത്താവിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ചില സമയത്ത് ഭൂമിയിലെ പെണ്ണുങ്ങൾ ഭൂമിയിലെ ഭർത്താക്കന്മാരെ ശല്യപ്പെടുത്തിയാൽ ദേഷ്യം പിടിക്കല്ലേ? ഉണ്ടോ 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 ഞാൻ ദ്വാരക്കാൻ പോവാം, ദേഷ്യം പിടിക്കാറുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യമാരൊക്കെ വലിയ ഇഷ്ടം തോന്നുന്നു. അങ്ങനെ വേണം കേട്ടോ, അങ്ങനെ തന്നെ വേണം. ഇഷ്ടമില്ലെങ്കിൽ നല്ല ഇഷ്ടം വേണം, ഇഷ്ടം ഉണ്ടാവണം. ഇങ്ങനെ ഇഷ്ടം ഉണ്ടാക്കൽ. ഇന്ന് രാവിലെ ഒരു ചങ്ങായി നോളോളിച്ച് വിളിച്ചത്. ഒരു മാസം മുമ്പ് ഞാൻ എൻ്റെ നാട്ടിലൂടെ പോണ സമയത്ത് എൻ്റെ നാട്ടിൽ ആ പാലം അങ്ങോട്ട് കടക്കണടുത്ത് ചുങ്കം കൊടുക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെ കടന്ന പാടെ ഒരാൾ ബേക്കെന്ന് കയ്യും കാലും ഒക്കെ കൂടി കൊട്ടി വിളിക്കണം. അവനോട് മുമ്പുള്ള ആരോ പറഞ്ഞു ബേക്കെന്ന് ആരോ വിളിക്കണം. ഞാൻ വണ്ടി നിർത്തി നോക്കുമ്പോൾ നമ്മളൊരു പരിചയക്കാരനാണ്. അവൻ ഓടി വന്നിട്ട് പറഞ്ഞു, പിന്നെ ഉസ്താദ് എൻ്റെ ഓളെ ഞാൻ 3 ചെല്ലി വിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ 5 മക്കളുടെ ഭാര്യയും. ഞാൻ ചോദിച്ചാൽ അല്ലടോ നീ 5 ചെല്ലിയോ 3 ചെല്ലിയോ എന്ന് ചോദിച്ചാൽ എന്നോട് ഞാൻ 3 ചെല്ലി. ഞാൻ പറഞ്ഞു പറ്റിച്ചല്ലോ. ഒരു പറ്റിക്കലുമില്ല ഉസ്താദേ, ഇനി മുന്നോട്ട് പോണ പ്രശ്നമല്ലേ, ഇടക്കിടക്കത് കുഴപ്പാ, ഇനി മുന്നോട്ട് പോണ പ്രശ്നമല്ലേ, 5 ഞാൻ ചെല്ലി. ഇപ്പം എന്തോ ഒരു റാഹത്ത്. 5 ചെല്ലി അല്ല 5 ചെല്ലി 3 ചെല്ലിൻ്റെ പിറ്റേന്ന് പറയാം എന്തോ ഒരു റാഹത്ത്. 5 മക്കളുടെ ഭാര്യയെ തലാഖല്ലിയിട്ട് ആ മനുഷ്യൻ ഇന്ന് രാവിലെ എന്നെ വിളിക്കണം. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറയാം, ആ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം, എനിക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പം ഞാൻ ചോദിച്ചു 3 ചെല്ലിയില്ലേ? അത് ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ, ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. ഒരു 2 മാസം 1 മാസം 1.5 മാസം 2 മാസമായിട്ടോ. ആ സമയത്ത് ഞാനത് ചെല്ലി 3 ചെല്ലി ഞാനവിടെ ഒഴിവാക്കിയാണ്. എന്തോ ഒരു റാഹത്ത് എന്ന് പറഞ്ഞ മനുഷ്യൻ 2 മാസം കഴിഞ്ഞിട്ട് പറയാം ഇടങ്ങാറായിട്ട് നിൽക്കാൻ പറ്റില്ല, ഇടങ്ങാറായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഓളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ അവനോട് ശരിക്കും ചോദിക്കണം, 1 മാസം മുമ്പ് പറഞ്ഞതോ ഓളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയണമെന്നല്ലേ? നല്ല സ്നേഹമുണ്ടാകണം. ഭാര്യ സ്നേഹം ഞമ്മലുണ്ടാക്കണതാണ്. വീട്ടിനകത്ത് സ്നേഹം ഞമ്മലുണ്ടാക്കലാണ്. ചില ആൾക്കാർക്കൊരു സ്വഭാവമുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് സ്നേഹം കിട്ടുമെന്ന് ഇങ്ങനെ നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ സ്നേഹം കൊടുക്കുക. അങ്ങനെയല്ല റസൂലുള്ള പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞു നീ നിർമ്മലമായാണ് സ്നേഹിക്കണം, അപ്പോൾ സ്നേഹം ഇങ്ങോട്ട് കിട്ടുന്ന അല്ലേ. കുടുംബത്തിലെ കശപിശകൾ തീരില്ല. കേട്ടോളൂ നിങ്ങൾ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ഹൂർലിങ്ങൾ ഓടി വന്ന് സ്വർഗത്തിലെ തൻ്റെ ഭർത്താവിൻ്റെ കൈ പിടിച്ചു പോകുന്നതാണ്. നെഞ്ചത്തവരുടെ പേര് എഴുതി വെക്കും. അതുകൊണ്ടാണല്ലോ നമ്മളും നെഞ്ചത്ത് എഴുതി വെക്കണം അല്ലേ? പെണ്ണുങ്ങളുണ്ടല്ലേ നെഞ്ചത്ത് എഴുതി വെക്കണേ അല്ലേ? ചില ആൾക്കാർ പൊന്നും മഹറൊക്കെ കൊടുക്കുമ്പോൾ മഹർ കൊടുക്കണ ചെയിനിൻ്റെ ലോക്കറ്റ് മേലെ പേര് എഴുതി വെക്കും അല്ലേ? ത്വാഹ, യാസീൻ, മബ്റൂഖ്. അവൻ്റെ പേര് എന്താണോ വന്നിക്കപ്പെടുന്ന പേരൊന്നും എഴുതാൻ പാടില്ല. പേര് എഴുതിയാൽ പിന്നെ ആ ആഭരണം ഇട്ട് ബാത്റൂമിലൊന്നും പോകാൻ പറ്റില്ല, കക്കൂസിലൊന്നും പോകാൻ പറ്റില്ല. അള്ളാഹിൻ്റെ പേരൊക്കെ എഴുതിയ ആഭരണം ഇട്ടിട്ട് പോകാൻ പറ്റില്ല. എന്നാലും ചിലവരെന്താ, പക്ഷെ നമ്മളുടെ എന്താ വെച്ചാൽ എഴുത്തിൽ മാത്രമേ ഉള്ളൂ, എഴുത്തിൽ മാത്രമേ ഉള്ളൂ. തറയി കുട്ടീന്ന് എഴുതി വെച്ചോണം,
ലോക്കറ്റുമല്. ഓളെ ലോക്കറ്റുമല് നെഞ്ഞിൻ്റെ നേരെ തറീക്കുട്ടിന്ന് ഉണ്ട് എന്നല്ലാതെ തറീക്കുട്ടി ഓളകത്തുമില്ല, ഓള് തറീക്കുട്ടിൻ്റെ അകത്തും ഇല്ല. ഇതാണ് ഇവിടുത്തെ ലോകത്തിന്റെ കഥ. അള്ളാഹു സ്നേഹം തരട്ടെ, അള്ളാഹു സ്നേഹം നൽകുമാറാകട്ടെ. ഇതൊക്കെ വിസ്തരിക്കപ്പെടുന്നൊരു കോടതി വരാനുണ്ട്. ഉമ്മമാരെ, പെങ്ങന്മാരെ, ഇതെല്ലാം വിസ്തരിക്കപ്പെടുന്ന ഒരു കോടതി വരാനുണ്ട്. ചെറുപ്പക്കാരെ, കോടതി വരാനുണ്ട്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഇതാകെ 10, 20, 30, 40 കൊല്ലത്തെ ജീവിതം നശിപ്പിച്ചു കളയല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹുർലിങ്ങളുടെ ഓരോ കയ്യിലും 10 വളയുണ്ടാകും. അസ്വിറത്തും മിൻ ദഹബിൻ, സ്വർണ്ണത്താലുള്ള 10 വളയുണ്ടാകും. വഫി അസ്വാബിഹാ അശറതു ഖവാതിമ, കൈയിൻ്റെ വിരലുകളിൽ മുഴുവൻ 10 മോതിരങ്ങൾ ഉണ്ടാകും. 10 വിരലിലും 10 മോതിരം. വഫീ റിജ്ലിഹാ അശറതു ഖൽഖാലിൻ, കാലിലാണെങ്കിലോ 10 പാദസാരങ്ങൾ. ഒരു പാദസാരവുമല്ല, 10 പാദസാരങ്ങളാണ് കാലിലുണ്ടാവുക. എന്നിട്ടോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലിമീങ്ങൾ രേഖപ്പെടുത്തുകയാ, പുണ്യനബിയുടെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ആ ഹൂർലിനെങ്ങാനും ഭൂമിയിലെ ഒരു സമുദ്രത്തിലേക്ക് അങ്ങ് തുപ്പിയാൽ സമുദ്രത്തിലെ ജലം മുഴുവൻ മധുരമുള്ളതായി തീരുന്നതാണ്. ഭൂമിയിലെ സമുദ്രത്തിലേക്ക് ഒരു ഹൂർലീന് തുപ്പിയാൽ പിന്നെ ആ വെള്ളമൊക്കെ മധുരിക്കുന്ന. അപ്പൊ എന്തായിരിക്കും ആ വായുടെ ഒക്കെ ഒരു വാസന. ഇതാണെങ്കിലോ മീമുള്ളു മണത്തിട്ട് അടുത്തേക്ക് പോകാൻ യാതൊരു നിർവാഹമില്ല. ഭൂമി സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞ. അല്ലാഹുവേ, ബോധം നൽകണേ റബ്ബേ. എല്ലാവരും പറ്റിയല്ല, ഞാൻ തമാശ പറഞ്ഞതാണ്, ഉമ്മമാരുടെ ശ്രദ്ധയിൽ പെടുത്തിയതാണ്. ഒരു ഭർത്താവിന് എപ്പോഴും സന്തോഷം എന്താ അറിയും? അടിപൊളിയായിട്ട് ഓളെ കാണാനാ. എവിടുന്ന്? വീട്ടിൻ്റെ അകത്ത് നിന്ന് അടിപൊളിയായി തൻ്റെ ഭാര്യയെ കാണാൻ. ഞാൻ അടിപൊളി പറഞ്ഞിട്ട് അടിപൊളിച്ചരുത് ഞങ്ങളെ പോയിട്ട്. ആ അടിപൊളിക്ക് ഒരു പറഞ്ഞതിനൊരു അർത്ഥമുണ്ട്. നമ്മൾ പുറത്തിറങ്ങുമ്പോഴല്ല അത് കാണിക്കേണ്ടത്, വീട്ടിൻ്റെ അകത്തലത്തിലാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആലിമീങ്ങൾ രേഖപ്പെടുത്തുന്നു, മക്തൂബുൻ അലാ നഹരിഹാ, അവളുടെ കഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്താ മന്നഹബ്ബ അയ്യകൂന ലഹു മിസ്ലി ഫൽയഅമൽ ബിതാഅതി റബ്ബിഹി. എന്നെ പോലുള്ള ആൾക്കാരെ കിട്ടണമെന്ന് എന്ന ആഗ്രഹമുള്ള ആൾക്കാർ എൻ്റെ റബ്ബിനെ അനുസരിച്ച് ജീവിച്ചോളിട്ടോന്ന് ഹുർലിങ്ങളുടെ മുൻഭാഗത്തായി, നെഞ്ചിൻ്റെ ഭാഗത്തായി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, നീ നോക്കിട്ടോ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഒരു സംഭവം ഉദ്ധരിക്കാൻ. ആര്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബി പറയുകയാണ്, ഇന്നല്ലാഹ തആല ലമ്മാ ഖലഖ ജന്നത അദൻ, അല്ലാഹു ജന്നത്തു അദൻ എന്ന സ്വർഗ്ഗം സൃഷ്ടിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇൻതലഖ ഇലൈഹാ, ജിബ്രീൽ അലൈഹിസ്സലാമേ, ജന്നത്തു അദിനിലൊന്ന് പോയി നോക്കൂ. വൻദുർ മാ ഖലഖതു ലിഇബാദി വ ഔലിയാഇ, എൻ്റെ അടിമകൾക്ക് ഞാൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പോയി കാണൂ ജിബ്രീൽ അലൈഹിസ്സലാമേ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ജന്നത്തു അദിനിലേക്ക് അങ്ങ് കടന്നതാണ്. ഫളഹിഖത് ജാരിയത്തും മിനൽ ഹൂറില്ലീൻ, ഹൂർലിങ്ങളിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ചിരിച്ചു. ജിബ്രീലിനെ കണ്ടപ്പോൾ ഒരൊറ്റ ചിരി അങ്ങ് ചിരിച്ചപ്പോഴോ ഫഅളാഅത് ജന്നത്തു അദൻ, ജന്നത്തു അദിനോകങ്ങട്ട് മിന്നിത്തിളങ്ങി. വജിബ്രീലു സാജിദുൻ, ഈ വെളിച്ചങ്ങ് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഒരൊറ്റ സുജൂദിലങ്ങ് വീണു. ദന്ന അന്നഹു നൂറു റബ്ബിൽ ഇസ്സ, ജിബ്രീൽ അലൈഹിസ്സലാം മനസ്സിലാക്കിയത് പടച്ച റബ്ബിന്റെ പ്രകാശത്തിന്റെ ഒരംശം അങ്ങ് പ്രത്യക്ഷപ്പെട്ടതാണെന്നാണ്. ഈ വെളിച്ചമങ്ങ് കണ്ടപ്പോൾ, ജന്നത്തു അദിൻ മിന്നിത്തിളങ്ങുന്നത് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങ് സുജൂദ് ചെയ്തതാണ്. നാദതുഹുൽ ജാരിയ, അപ്പോൾ ഈ ഊർലീന് മനസ്സിലായി, ഇത് ജിബ്രീലിന് മനസ്സിലായിട്ടില്ല സംഗതി. വിളിച്ചു ജിബ്രീൽ അലൈഹിസ്സലാമിനെ, യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, യാ അമീനല്ലാഹ് ഇർഫഅ റഅസക്, ജിബ്രീൽ അലൈഹിസ്സലാമേ അങ്ങയുടെ തല ഒന്ന് പൊക്കൂ. ജിബ്രീൽ അലൈഹിസ്സലാമേ, അങ്ങെന്തിനായി ഇപ്പൊ സുജൂദ് ചെയ്തത്? അപ്പൊ പറഞ്ഞു, എൻ്റെ റബ്ബിന്റെ വെളിച്ചത്തിൽ നിന്നൊരംശമാണല്ലോ പ്രത്യക്ഷപ്പെട്ടതെന്ന് കരുതി ഞാൻ സുജൂദ് ചെയ്തതാണ്.
അപ്പോഴാണ് ആദം അലൈഹിസ്സലാം, അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ശ്രദ്ധിച്ചു നോക്കുന്നത്, കാണുന്നത് ഈ ഹൂറിൽ ഈങ്ങളിൽപ്പെട്ട പെൺകുട്ടിയെയാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടതെന്തരങ്ങൾ, ഈ ഹൂറിലീന് ചിരിച്ചപ്പോൾ മുൻപല്ലിൻ്റെ ആ വെളിച്ചം ജന്നത്തു അദനിലേക്ക്, ആ പല്ലിൻ്റെ വെളിച്ചം ജന്നത്തു അദനിലേക്ക് അങ്ങ് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ജന്നത്തു അദൻ തന്നെ പ്രകാശമാനമായി പോയത്. അവരുടെ പല്ലിൻ്റെ വെളിച്ചം അങ്ങനെയാണ്. അപ്പം എന്തൊരു സൃഷ്ടിക്കാരും പഠിച്ചോനെ, എന്തൊരു സൃഷ്ടിയാവും ഹൂറിലീൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലദീ ഖലഖകി, നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ഖാലത്തിൽ ജാരിയ യാ അമീനല്ലാഹ് അതദ്രീ ലിമൻ ഖുലിഖതു, ജിബ്രീൽ അലൈഹിസ്സലാമേ, ആർക്ക് വേണ്ടിയാണ് അള്ളാഹു എന്നെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? പല്ലിൻ്റെ മാത്രം സൗന്ദര്യം കണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആശ്ചര്യപ്പെട്ടു പോയത്. വികാരമില്ലാത്ത ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകൾക്ക് വികാരം ഉണ്ടോ? മലക്കുകൾക്ക് വികാരമുണ്ടോ? ഇല്ല. ഭക്ഷണം കഴിക്കാറില്ല, വെള്ളം കുടിക്കാറില്ല. ഈ പല്ലിന്റെ സൗന്ദര്യം കണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നെട്ടിച്ചെറിച്ചു പോയത്. ആ ഹൂറിലീനെ ചോദിച്ചു, ജിബ്രീലേ ലി അതദ്രീ ലിമൻ ഖുലിഖതു, ഞാൻ ആർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അറിയാമോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല. ഖാലത്ത്, അപ്പോൾ ആ പെണ്ണ് പറയുകയാണ്, ഹുർലീൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നല്ലാഹ ഖലഖനി ലിമൻ ആതര റിലല്ലാഹി തആല അലാ ഹവാ നഫ്സി, അല്ലാഹു എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവിൻ്റെ തൃപ്തി, തൻ്റെ തൃപ്തിയേക്കാൾ അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് പ്രാധാന്യം കൊടുത്തവർക്കാണ്. ഹബീബായ ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പുണ്യ നബി മേറാജിന്റെ രാത്രിയിൽ ഇങ്ങനെ യാത്ര പോവുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാനങ്ങനെ സ്വർഗത്തിൽ, ഞാനങ്ങനെ മേറാജിന്റെ രാത്രിയിൽ ഇങ്ങനെ കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പോൾ ഞാൻ സ്വർഗത്തിലെത്തി. സ്വർഗത്തിലൂടെ അങ്ങനെ പോണ സമയത്ത് മലക്കുകളുടെ ധൃതിപ്പെട്ട് പണിയെടുക്കുന്നു. കൊട്ടാരങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ധൃതിയിൽ അവർ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. അക്ഷീണം അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മിനോട് ചോദിച്ചു, ആരെയാണിത്? മലക്കുകളാണ്. അവർ സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി പറയാം, അല്പനേരം കഴിഞ്ഞപ്പോൾ പിന്നുണ്ട് ഇവരിങ്ങനെ വിശ്രമിക്കുന്നു. ഒരു പണിയെടുക്കില്ല മലക്കുകൾ, ഒരു പണിയും എടുക്കാതെ അങ്ങനെ വിശ്രമിക്കുകയാണ്. റസൂലുള്ളാഹി പറയാൻ, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാമേ, അതെന്തേ ഇവരിങ്ങനെ വിശ്രമിക്കണ്? നേരത്തെ എന്തൊരു ജോറ് പണിയുന്നു, ഇപ്പം എന്താ അവരിങ്ങനെ വിശ്രമിക്കണത്? എന്തേ അവർക്ക് പറ്റിയത്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാന്മാരായ മലക്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. മലക്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ, അവർക്ക് കിട്ടുന്ന കൂലി സ്റ്റോപ്പായപ്പോൾ പണി നിർത്തിയതാണ്. ഉണ്ടോ? കൂലി കൊടുക്കൽ നിന്നപ്പോൾ സമരം ചെയ്തതാ പണി സ്റ്റോപ്പാക്കിയത്. നേരത്തെ എന്ത് ജാതി പണിയാ, ജോറിൽ പണിയെടുക്കുകയാണ്. പെട്ടെന്ന് ജോലി അങ്ങ് നിർത്തി. പുണ്യ നബി ചോദിച്ചു, എന്തേ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അവരുടെ കൂലി സ്റ്റോപ്പായി പോയതാണ്. അപ്പൊ എന്താ കൂലി സ്റ്റോപ്പായി? അവർക്ക് മലക്കുകൾക്ക് കൂലിയോ? അതെ നബിയേ, നേരത്തെ ഇവർ ജോറായി പണിയെടുക്കുന്നതങ്ങ് കണ്ടില്ലേ? അപ്പോൾ അവർ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി കൊട്ടാരം പണിയുകയായിരുന്നു. ആ ആളുകൾ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിന് വേണ്ടി ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദിക്റ് ചെല്ലുമ്പോഴാണ് ഈ കൊട്ടാരത്തിന്റെ പണി ദ്രുതഗതിയിൽ നടന്നത്. ദിക്റ് ചൊല്ലൽ അവർ സ്റ്റോപ്പാക്കിയപ്പോൾ മലക്കുകൾ പണി നിർത്തി വച്ചിരിക്കുകയാണ്. അപ്പൊ സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന ദിക്റിന്റെ കണക്കനുസരിച്ച് കൊട്ടാരങ്ങൾ ഉയർത്തപ്പെടുമെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ആയതുകൊണ്ട് നമ്മളിൽ മരിച്ചുപോയ എല്ലാവർക്കും നടക്കുന്നുണ്ട്. ഇവിടെ രണ്ട് കുഞ്ഞുമക്കളെ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഈ നാട്ടിൽ നിന്ന് സംഭാവന ചെയ്യുന്നുണ്ട്. ഇതുവരെ ഞങ്ങളോട് പൈസയും പൊന്നൊക്കെ ചോദിച്ചു, നിങ്ങളൊക്കെ തിന്നാണ്. നിങ്ങളോട് ചോദിക്കണ കുട്ടികളെ, നിങ്ങൾക്ക് തോന്നും കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞങ്ങളെ തന്നെ ചോദിക്കുമെന്ന്. ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല. കാരണം ഇതിൻ്റെ ഓരോ പ്രവർത്തകർ അപ്രത്യക്ഷമാകുമ്പോൾ വേറെ ആൾക്കാർ തുടർന്ന് വരണമല്ലോ. പ്രവർത്തിക്കുന്നവർക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഈ രണ്ട് കുഞ്ഞുമക്കളെ നാട്ടിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിന് സമർപ്പിക്കപ്പെടുകയാണ്. പഠിച്ചോനെ, ഈ നാട്ടുകാരെന്തൊരു നാട്ടുകാരാണ്. ഞാൻ അന്ന് പറഞ്ഞ് വെറുതെ ആയിപ്പോയെന്ന് ചിന്തിക്കുകയാണ് ഞാൻ. മെഴുകുതിരി പോലെ മാത്രം നിങ്ങളാവരുത്. മെഴുകുതിരി ആവണം,
മെഴുകുതിരിയുടെ ചുവട്ടിലും വെളിച്ചം വേണം എന്ന് പറഞ്ഞിരുന്നു. സ്വന്തം നാട്ടിൽ നിന്ന്. അതും ഇത് ആരാരങ്ങൾ ഞാൻ മനസ്സിലാക്കണ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ല തിന്നാനും കുടിച്ചാനൊക്കെ ഉള്ള വീട്ടിലുള്ളതാണെന്നാണ് തോന്നണേ എനിക്ക്. അങ്ങനെ തന്നെയല്ലേ? മുഖത്തേക്ക് നോക്കിയിട്ട് മനസ്സിലാവുണ്ടല്ലോ നല്ല തിന്നാനും കുടിച്ചാനൊക്കെ ഉള്ള വീട്ടിലാന്ന് പറഞ്ഞാൽ തിരിഞ്ഞങ്ങൾക്ക്. പണ്ടൊക്കെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, ഞാൻ ഇൽമു പഠിക്കാൻ വേണ്ടി പോയത് തലബത്തുല്ലിൽ മലിഗൈരില്ല ഫഅബാ യകൂന ഇല്ലാ ലില്ലാഹ്. ഞാൻ ഇൽമു പഠിക്കണതിൽ പോയതല്ല, വീട്ടിൽ തിന്നാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വാപ്പാൻ്റെ സുഹൃത്ത് കൊണ്ടുപോയാക്കിയത് തന്നെ. പക്ഷെ പഠിച്ചു നോക്കുമ്പോൾ പിന്നെ അത് റബ്ബിന് വേണ്ടിയല്ലാതെ ആയില്ല. ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. പണ്ടൊക്കെ മൂല്യന്മാരായാലും എങ്ങനെയെന്ന് വെച്ചാൽ വീട്ടിൽ തിന്നാനും കുടിച്ചാനും ഉണ്ടാവില്ല. മോലാലിമാരെ കുട്ടികളൊന്നും അതിന് പോകാറില്ല. അതാ ഈ നാട് തന്നെ അതിൻ്റെ ചരിത്രം തിരുത്തുകയാണ്. നല്ല ഒരു കുടുംബത്തിലെ പൊന്നുമോനെ പരിശുദ്ധ ഖുർആനിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ. ആകെ ഒരു മോനേ ഉള്ളൂ എന്നാ പറഞ്ഞു ചോനെ. അതല്ലാതെ പിന്നെ എന്ത്? ഞാൻ ആലോചിച്ച അങ്ങനെ എനിക്ക് 2 പെൺകുട്ടികൾ ഒരു മോനുണ്ട്. ഞാൻ ആലോചിച്ച് പഠിച്ചോനെ, ഇത് എൻജിനീയറിങ്ങിന് കൊടുക്കണോ, മെഡിസിന് കൊടുക്കണോ, കമ്പ്യൂട്ടറിന് കൊടുക്കണോ? കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ആളാണോ കമ്പ്യൂട്ടർ എഞ്ചിനീയർ? ഇതിനാ കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചു. എനിക്ക് അവസാനം കിട്ടി ഖുർആന് കൊടുക്കാം. എൻ്റെ മകനെയും ഞാൻ കൊണ്ടുപോയി ചേർത്തു ഹിഫ്ളിൽ. അവൻ പഠിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആകൊന്നുള്ളൂ. എന്നോടൊരാൾ പറഞ്ഞു, നിങ്ങളൊരു മഹാപൊട്ടനല്ലോ എന്നാണ്. ഞാൻ ചോദിച്ചാൽ എന്തേ? എന്നോട് പറഞ്ഞു, ഈ 8ാമത്തെ വയസ്സിൽ കുട്ടീനെ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി വേറെ സ്ഥലത്താക്കിയതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, 8ാമത്തെ വയസ്സിലാക്കിയാൽ 24ാമത്തെ വയസ്സിലും നമുക്ക് കിട്ടും. 8ാമത്തെ വയസ്സിലാക്കിയിട്ടില്ലെങ്കിൽ 24ാമത്തെ വയസ്സ് പറയും, നമുക്ക് വാപ്പ പഹയൻ തന്ത. ഇതൊക്കെയാണ് 24ാമത്തെ വയസ്സ് പറയാം. എൻ്റെ ഭാര്യയും പറഞ്ഞു, ഇപ്പോൾ കൊണ്ടുപോയാക്കേ. ഞാൻ പറഞ്ഞു, എടീ നീ അതിൽ വിഷമിക്കൊന്നും ചെയ്യണ്ട, നിനക്ക് ഉപകാരപ്പെടുന്ന മകനാവാൻ ഞാൻ കൊണ്ടുപോയാക്കുകയാണ് എന്നാ പറഞ്ഞു. ഇപ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഓളൊന്നും പറഞ്ഞില്ല. ഇപ്പോഴും പറയും, വന്ന് പോകുമ്പോൾ 2 ദിവസം ലീവിലൊക്കെ നിന്ന് പോകുമ്പോൾ പറയും, ഇന്ന് ഭയങ്കര ടെൻഷനാകണമെന്ന് പറയും. മോനെ ലീവ് ഒന്ന് കൊണ്ടുപോയാക്കിയാൽ പിന്നെ ഓള് പറയും, ഇന്ന് നിങ്ങൾ വയലിന് പോലെ ഇന്ന് നിങ്ങൾ ഉടക്കി അറിയും ടെൻഷനായിട്ട്. അപ്പോഴേ നമുക്ക് 24ാമത്തെ വയസ്സിൽ കിട്ടുള്ളൂ. 2 മക്കളെ, കുഞ്ഞു മക്കളെ. ഈ മോനോ, അവൻ്റെ പേരെന്താ?